ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലും പാറുവും വിശ്വനാഥൻ കോളനിയിലേക്ക് പോകുന്നതാണ്. തുടർന്ന് എല്ലാവരും വിശാലിനെ കണ്ട് സന്തോഷത്തോടെ അടുത്തേക്ക് വരുമ്പോൾ വിശാല് പാറുവിനോട് പറയുകയാണ്, പണ്ട് അമ്മ ഇവിടെയുള്ളവരുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വരുമ്പോൾ എനിക്ക് അമ്മയുടെ കൂടെ വരാൻ വലിയ ഇഷ്ടമായിരുന്നു. എന്തെന്നാൽ എനിക്ക് ഇവരുടെയൊക്കെ കൂടെ കളിക്കാമല്ലോ. ഇവിടെ നിൽക്കുന്ന ഭൂരിഭാഗം പേരും എൻ്റെ കളിക്കൂട്ടുകാരാണെന്നും വിശാല് പറയുന്നു. അല്ല, സാറും മേഡവും എന്താ ഇവിടെയെന്ന് അവർ ചോദിക്കുമ്പോൾ കുറച്ചു നാള് നിങ്ങളുടെയൊക്കെ കൂടെ താമസിക്കാൻ വേണ്ടിയാ വന്നതെന്ന് വിശാല് പറയുന്നു. ഇത് കേൾക്കുന്നവർക്ക് സന്തോഷമാവുകയാണ്. അതിനുശേഷം വിശാലിനും പാർവിനും താമസിക്കാനുള്ള വീട്ടിലേക്ക് അവര് കൂട്ടിക്കൊണ്ടു പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയാണ്. പ്രഭാവതി റിയയോടും വിനയോടും പറയുകയാണ്, ആ പാർവതി ഉണ്ടല്ലോ, എന്നെ വെല്ലുവിളിച്ചിട്ടാണ് ഇവിടെ നിന്നിറങ്ങിപ്പോയത്. എഴുതി തന്ന സ്വത്തുകളെല്ലാം ഞാൻ അവൾക്ക് തിരികെ എഴുതി കൊടുക്കുമെന്നും എന്നെ ഇതുപോലെ വഴിയാധാരമാക്കുമെന്നും പറഞ്ഞിട്ട് അവൾ പോയത്. അതുകൊണ്ട് തന്നെ അവൾ എവിടെ പോയാലും അവൾക്ക് എവിടെയും സമാധാനം കൊടുക്കാനേ പാടില്ല. അതിനിപ്പോ അവരെവിടെ പോയി കാണാനാണെന്ന് വിനയ് ചോദിക്കുമ്പോൾ അവരൊരു സ്ഥലത്തേ പോകൂ, വിശ്വനാഥൻ കോളനി. അവരെ അവിടെ നിന്ന് ഇറക്കി വിടാനാണോ അമ്മ ഉദ്ദേശിക്കുന്നത്? ഏയ്, അങ്ങനെ പെട്ടെന്ന് ഇറക്കി വിട്ടാൽ അതിനൊരു ത്രില്ല് കാണില്ലല്ലോ. അവരവിടെയാണ് താമസിക്കുന്നതെങ്കിലേ അവര് നമ്മുടെ കമ്പനിക്ക് വാടക തരേണ്ടി വരും. ആഹാരത്തിന് പോലും വകയില്ലാത്ത അവരെങ്ങനെയാ നമുക്ക് വാടക തരുന്നത്? അങ്ങനെ വാടക തരാത്തതിന്റെ പേരിൽ അവനെയും അവളെയും നമുക്ക് കഷ്ടപ്പെടുത്തണം. അതെങ്ങനെ വേണമെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ആദ്യം വിനയ്, നീ പോയി അവര് അവിടെ തന്നെയാണോ എന്ന് അന്വേഷിച്ചിട്ട് വാ. ഇത് കേൾക്കുന്ന റിയയും വിനയും വിശ്വനാഥൻ കോളനിയിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ വിനയെ കണ്ടയുടൻ എല്ലാവരും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്താ വിനയ് എന്ന് വിശാല ചോദിക്കുമ്പോൾ വിനയ് പറയുകയാണ്, നിന്നെ കാണാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നിനക്കിതിന്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ? നീ കാണിച്ചതേ മഹാവിഡ്ഢിത്തരമാണെന്ന് വിനയ് പറയുമ്പോൾ വിശാൽ പറയുകയാണ്, എനിക്കങ്ങനെ തോന്നുന്നില്ല. വളരെ ആലോചിച്ച് തന്നെയാണ് പാർവതി സ്വത്തുക്കളെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. എന്താ വിശാലേ, പാർവതി നിന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ നിന്റെ ഉള്ള ബുദ്ധിയും ബോധവുമെല്ലാം നശിച്ചോ? ഇത് കേൾക്കുന്ന വിശാല് ദേഷ്യത്തോടെ വിനയുടെ കോളറിൽ പിടിക്കുകയാണ്. ഇനിയും ഒരക്ഷരം മിണ്ടിയാലേ നിന്റെ പല്ലടിച്ച് ഞാൻ താഴെയിടും. പ്രഭാവതിയമ്മയുടെ വയറ്റിൽ നീ ജനിച്ചുപോയി. ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഞാൻ നിന്നോടിപ്പോ ക്ഷമിക്കുന്നത്. പാർവതി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാ എനിക്ക് എല്ലാവിധ നന്മകളും ഉണ്ടായത്. നിനക്കുമുണ്ടല്ലോ ഒരു ഭാര്യ. എന്നിട്ട് നീ ഇപ്പോ മറ്റൊരുത്തിയെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. അവളെ നീ സൂക്ഷിച്ചോ, അല്ലെങ്കിൽ നിന്റെയാ ബുദ്ധിയും ബോധവുമൊക്കെ നഷ്ടമാകാൻ പോകുന്നത്. നീ എന്തിനാ ഇപ്പോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് വിശാല ചോദിക്കുമ്പോൾ വിനയ് പറയുകയാണ്, എൻ്റെ അമ്മയ്ക്ക് പ്രിയപ്പെട്ട മകനില്ലാത്തതുകൊണ്ട് വലിയ വിഷമം. നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് തിരക്കിയിട്ട് വരാൻ വിട്ടതാ എന്നെ. എന്താ, നിനക്കെന്തെങ്കിലും വേണോ? എനിക്ക് നിന്റെ പണമൊന്നും വേണ്ട, നീ പോകാൻ നോക്കാൻ. വിശാൽ പറയുമ്പോൾ അങ്ങനെ പോകാനല്ലല്ലോ ഞങ്ങൾ വന്നതെന്ന് റിയ പറയുന്നു. വിശാൽ ബ്രോ, ഇത് നിന്റെ മുത്തശ്ശന്റെ പേരിലുള്ള കോളനിയാണെങ്കിലും നിനക്കിവിടെ ഫ്രീ ആയിട്ടൊന്നും താമസിക്കാൻ പറ്റില്ല. ഇവിടെയുള്ള എല്ലാ തൊഴിലാളികളും 50,000 രൂപ അഡ്വാൻസും കൂടാതെ വാടകയും നൽകിയാണ് എല്ലാ ക്വാർട്ടേഴ്സിലും താമസിക്കുന്നത്. നിങ്ങളും അതുപോലെ അഡ്വാൻസും വാടകയും കമ്പനിക്ക് തരണം. വിശാൽ സാർ എന്തിനാ അത് തരുന്നതെന്ന് അവിടെയുള്ള ഒരാൾ ചോദിക്കുമ്പോൾ എല്ലാവരും ഒരേപോലെയാണെന്നും ഇവിടെ താമസിക്കുന്നവരെല്ലാവരും വാടക തരണമെന്നും വിനയ് പറയുന്നു. നിനക്ക് വേണ്ടത് പൈസയല്ലേ, അത് ഞാൻ തരാമെന്ന് വിശാൽ പറയുമ്പോൾ പാറു വിശാലിനോട് ചോദിക്കുകയാണ്, വിശാൽ സാർ, നമ്മുടെ കയ്യിൽ എവിടുന്നാ പണം? ഇത് കേൾക്കുന്ന വിശാല് തലകുനിച്ച് നിൽക്കുമ്പോൾ വിനയ് ചോദിക്കുകയാണ്, എന്തിനാ പാർവതി നീ ഇങ്ങനെ വിശാൽ ബ്രോയെ എല്ലാവരുടെ മുമ്പിലിട്ട് നാണം കെടുത്തുന്നത്? പണമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ നിമിഷം ഞങ്ങൾക്ക് വാടക കിട്ടിയിരിക്കണം. ഇത് കേൾക്കുന്ന അവിടെയുള്ളൊരു തൊഴിലാളി പറയുകയാണ്, അങ്ങനെ വിശാൽ സാറിനെ ഞങ്ങൾ ഇവിടെ ഇറക്കി വിടാൻ സമ്മതിക്കില്ല. എല്ലാവരുടെ കയ്യിലും ബോണസ് കിട്ടിയ പണമുണ്ടല്ലോ, അതിങ്ങോട്ടേക്ക് എടുത്തുകൊണ്ടുവാ. നമുക്ക് ഇപ്പോൾ തന്നെ വിശാൽ സാറിന്റെ അഡ്വാൻസ് തുക കൊടുക്കാം. അങ്ങനെ അവരെല്ലാവരും കൂടി 50,000 രൂപ വിശാലിനെ ഏൽപ്പിക്കുകയാണ്. സാർ, ഈ തുക അഡ്വാൻസായി കൊടുക്കണം. അങ്ങനെ വിശാൽ പണം കൊടുക്കുമ്പോൾ വിനയ് ചോദിക്കുകയാണ്, ഇന്ന് ഇവരെല്ലാവരും കൂടി തന്നു, നാളെ നിങ്ങൾ എന്ത് ചെയ്യും? റോഡിലിറങ്ങി പിച്ച തെണ്ടുമോ? തുടർന്ന് തൻ്റെ കാലിലുള്ള കൊലുസഴിച്ച് വിശാലിനെ ഏൽപ്പിക്കുകയാണ് പാർവതി. അതിനുശേഷം അവിടെയുള്ള തൊഴിലാളികൾക്ക് അത് കൊടുക്കാൻ പാറു പറയുന്നു, ഇതെൻ്റെ ഭർത്താവ് എനിക്ക് സ്നേഹത്തോടെ സമ്മാനിച്ച കൊലുസാണ്. ഇത് വിറ്റാൽ എന്താണെങ്കിലും 50,000-ൽ കൂടുതൽ കിട്ടും. എന്നിട്ട് നിങ്ങളിതെല്ലാം വീതിച്ചെടുക്കണം. തുടർന്ന് വിനയെ നോക്കി പാറു പറയുകയാണ്, വിനയ്, ഈശ്വരൻ കൂടെയുള്ളിടത്തോളം കാലം ഞങ്ങൾ ആരെയും പേടിക്കാതെ തന്നെ ജീവിക്കും. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കിപ്പോൾ അഡ്വാൻസ് കിട്ടിയില്ലേ, അതേപോലെ തന്നെ വാടകയും കിട്ടിയിരിക്കും. നിന്ന് നേരം കളയാതെ പോകാൻ നോക്കാൻ വിശാൽ പറയുമ്പോൾ വിനയും റിയയും അവിടുന്ന് നാണം കെട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. അഹങ്കാരത്തോടെ നിൽക്കുന്ന പ്രഭാവതിയുടെ അടുത്തേക്ക് ഗോപിനാഥ് ചെല്ലുന്നു. പ്രഭാവതി, എല്ലാവരും വിശാലിനെ പോലെ നീ പറയുന്നതെല്ലാം അന്ധമായി വിശ്വസിക്കുന്നവരാണെന്ന് കരുതരുത്.
ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം പാർവതി സ്വന്തം ഇഷ്ടത്തോടെയാണോ നിനക്ക് തന്നത്? ഇത് കേൾക്കുന്ന പ്രഭാവതി ഞെട്ടലോടെ ഗോപിനാഥിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.